ഭാരതത്തിലെ പല വിദ്യകളും ഇന്ന് ലോപിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള നഷ്ടത്തെ നികത്താനാണ് നമ്മൾ ഈ 1-2 മിനിറ്റ് നീളമുള്ള ചെറിയ ചെറിയ വീഡിയോസ് സാധാരണക്കാരുടെ ഇടയിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കൈകളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ലോപിച്ച് എന്നേക്കുമായി ഇല്ലാതാവും. മർമ്മശാസ്ത്രത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 1-2 വീഡിയോ ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കയറി കാണുന്നത് നന്നായിരിക്കും. ഇതിൽ മർമ്മം എന്താണ് എന്ന് വിശദമാക്കി പറയൽ വളരെ അത്യാവശ്യമാണ്. കാറ്റെന്ന് വേണേൽ അതിന് പറയാം, പ്രാണ എന്ന് വേണേൽ പറയാം, ശിവനെന്ന് പറയാം, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഈ പറയുന്ന ഓരോ അർത്ഥങ്ങളിലും വാക്കുകളിലുമൊക്കെ തന്നെ ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് നിഗൂഢ രഹസ്യങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഗുരുക്കന്മാർ വിശദമായി പറഞ്ഞു കൊടുക്കേണ്ടതാണ്. മർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം പോലും പറയാതെ മർമ്മങ്ങൾ പഠിപ്പിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഡയറക്റ്റ് മർമ്മ എന്ന് പറഞ്ഞിട്ട് ബെൽറ്റ് കൊടുക്കുന്നവരെ. അതല്ല ഞാൻ പറയണത്. ഇതിൻ്റെ ഒരു സീരിയസ്നെസ്. ഇപ്പം നമ്മുടെ ബോഡി കറക്റ്റായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഷേപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ അസ്ഥി വ്യവസ്ഥകൾ കൃത്യമായിരിക്കണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അസ്ഥി വ്യവസ്ഥകൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായാൽ നമ്മൾ പറയില്ലേ അവനെന്തോ ഒരു അപാകതയുണ്ടെന്ന് പറയും. അപ്പോൾ അസ്ഥി വ്യവസ്ഥകൾ എത്ര അസ്ഥികളുണ്ട് എന്ന് നമുക്ക് കൃത്യമായി അറിയായിരിക്കണം അല്ലേ? അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഉള്ളിൽ നമ്മുടെ ബോഡിയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നിയന്ത്രിക്കുന്ന ഞരമ്പുകളുണ്ട്. അതൊക്കെ 72,000-ഓളമുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ മർമ്മശാസ്ത്രവുമായി ബന്ധിച്ച് പറയുമ്പോൾ താനുവോളജി എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ ഒരു സയൻസ് തന്നെയുണ്ട്. അപ്പോഴേ ഈ 72,000 ഞരമ്പുണ്ടെങ്കിൽ അതിൻ്റെ പേരുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ബാധിക്കുന്നത് ബോഡിയെ, എങ്ങനെയൊക്കെയാണത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ മർമ്മപ്രയോഗങ്ങൾ കൃത്യമായി ചെയ്ത് നമുക്ക് രക്ഷപ്പെടുത്താനും ആഘാതമേൽപ്പിക്കുവാനും കഴിയുള്ളൂ. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നത്? 96 തത്വങ്ങൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ മർമ്മശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുള്ളൂ. ഇതെല്ലാം ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരേ മർമ്മങ്ങൾക്ക് പല സ്ഥലങ്ങളിലും പല പേരുകളാണ്. ആ പേരുകൾ എങ്ങനെ ഉണ്ടായി, എന്താണ് അതിനകത്തുനിന്ന് അർത്ഥമാക്കുന്നത്, അവിടെ ആഘാത സംഭവങ്ങൾ എന്താണ് സംഗതി ഉണ്ടാവുന്നത് ഉള്ളിൽ, അത് പുറമേ നമുക്ക് അനുഭവിക്കുമ്പോൾ അത് കണ്ടിട്ട് അകത്തെ ആഘാതം എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള വലിയ വിശദമായ ചർച്ചകൾക്കൊക്കെ തന്നെ ഈ വലിയ ശാസ്ത്രശാഖ നമുക്ക് ഉപയോഗിക്കേണ്ടതാണ്. അല്ലാതെ ആ മർമ്മങ്ങളുടെ പേരുകളിൽ ഇങ്ങനെ ഇടിച്ചാൽ അങ്ങനെ ഇല്ല. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പ്രാണൻ സഞ്ചരിക്കുന്ന ഇടങ്ങൾ എവിടെയൊക്കെയുണ്ട്. ഇപ്പോൾ നമ്മൾ ഓടി കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ക്ഷീണിക്കുമ്പോൾ ഒരിടത്ത് ഇരിക്കുമല്ലോ. ആ ഇരിക്കുന്ന സമയത്ത് മാത്രമേ നമ്മളെ അവിടെ കിട്ടൂ. പിന്നെ നമ്മൾ ക്ഷീണം മാറുമ്പോൾ വീണ്ടും ഓടുമല്ലോ. ഇതുപോലൊക്കെ തന്നെയാണ് പ്രാണൻ്റെ ഏകദേശ പ്രവർത്തനമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ മർമ്മസ്ഥാനങ്ങളും എപ്പോഴും ആക്റ്റീവ് ആയിരിക്കില്ല. അപ്പം മർമ്മങ്ങൾ എവിടെയാണ് ആക്റ്റീവ് ആയിരിക്കുന്നത്, മർമ്മങ്ങൾ എവിടെയാണ് പാസീവ് ആയിരിക്കുന്നത്, അതിന് കാലങ്ങളുണ്ട്. ഇപ്പോൾ രാവിലെ ആണെങ്കിൽ ചില മർമ്മങ്ങൾ മാത്രമേ ആക്റ്റീവ് ആയിരിക്കുള്ളൂ, ഉച്ചയ്ക്ക് അത് വേറെ, സായങ്കാലത്ത് വേറെ, രാത്രിയിൽ വേറെ. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഇപ്പോൾ വാതപിത്ത കഫങ്ങളൊക്കെ മാറുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണം. അല്ലാതെ ഒരു മർമ്മം ഉണ്ടെന്ന് കരുതി അവിടെ എപ്പോൾ ഇടിച്ചാലും അതേ ആഘാതം കിട്ടുമെന്ന് ധരിക്കരുത്. അങ്ങനെ പഠിപ്പിക്കുന്നത് തെറ്റാണ്. അപ്പോൾ ഈ മർമ്മത്തിൻ്റെ രീതികൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കാലഘടന പട്ടികയൊക്കെ മനസ്സിലാക്കി 96 തത്വങ്ങൾ മനസ്സിലാക്കി, എത്ര തരത്തിലുള്ള നാഡീഞരമ്പുകളുണ്ട്, കുറുനാടികൾ എത്രയാണ്, ഇതൊക്കെ വിശദമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് മർമ്മത്തിൻ്റെ പ്രയോഗങ്ങൾ തുടങ്ങുന്നത്. അതായത് ഒരു ദിവസം നേരിട്ട് വന്നത് ഇവിടെ മർമ്മമാണെന്ന് കുത്തി തുടങ്ങുകയല്ല ചെയ്യണത്. കൃത്യമായിട്ട് ഇത് എന്തൊക്കെയാണെന്ന് പഠിക്കണം. അതിൻ്റെ പേരുകൾ, അതിൻ്റെ അർത്ഥങ്ങൾ എല്ലാം വളരെ വിശദമായിട്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നാടൻ പ്രയോഗത്തിൽ നമ്മൾ അട്ട ചുരുട്ടി എന്ന് പറഞ്ഞൊരു മർമ്മമുണ്ട്. ഒറ്റ അടി അടിച്ചാൽ അട്ട ചുരുളുന്ന പോലെ ആൾ ചുരുളും. അത് ആ പ്രയോഗവശവുമായി ബന്ധപ്പെട്ടാണ് അത് നമ്മൾ പറയുന്നത് അല്ലേ? ഇപ്പം നമുക്ക് ഉച്ചിവർമ്മം, വർമ്മമെന്നും മർമ്മമെന്നും പറയാറുണ്ട്. വർമ്മം എന്ന് പറയുമ്പോൾ നമുക്കൊരു തമിഴ്നാട് ചുവയാണ് അതിന് വരിക. അഗസ്ത്യനുമായിട്ട് ബന്ധപ്പെട്ടാണ്. മർമ്മം നമ്മുടെ പച്ച മലയാളത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഇപ്പം നമ്മളതിനെ കളരിപ്പയറ്റിൽ തുളുക്കുറ്റം തീർത്ഥം തുളുനാട്ടിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ വ്യക്തമായ അർത്ഥം എന്താണ്? കളരിപ്പയറ്റിനകത്ത് പൂർണ്ണമായിട്ട് വാൾപ്പയറ്റുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊന്നും കേരളത്തിൻ്റെതല്ല എന്നുള്ളതാണ്. അത് പഠിക്കുവാനും കുറ്റം തീർക്കണം എന്ത് ചെയ്യണം? കുറ്റമില്ലാത്ത ഒരാളിലേക്ക് ചെല്ലണം. അത് തമിഴ്നാടാണ്. അപ്പോൾ സിലമ്പവും ഒക്കെ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ നമുക്ക് മെല്ലെ പരിശോധിക്കാം. ഈ ചരിത്രങ്ങളൊന്നും അറിയാതെ നമ്മളെങ്ങനെ മനസ്സിലാക്കും? ഇതുമായി ബന്ധപ്പെട്ട് എത്രയോ ഗ്രന്ഥങ്ങളുണ്ട്. അഗസ്ത്യമുനിയെക്കുറിച്ച് ഒരുപാട് മുന്നൂല് പിന്നൂല് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ ഈ ഗ്രന്ഥങ്ങൾ പോലും കണ്ടിട്ടില്ലാതെ മർമ്മം പഠിപ്പിക്കുന്ന ആളെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ നശിക്കാതെ നോക്കണം. അതായത് നമ്മളായിട്ട് നശിപ്പിക്കരുത്. ഇവിടെ ഗുരുക്കന്മാർ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ ഇതെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള മർമ്മശാസ്ത്രത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ കുഞ്ഞു വീഡിയോയിലൂടെ ഞാൻ വെളിവിടുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുക. എന്തായാലും നമുക്ക് ഇതിനെ നശിപ്പിക്കാതെ നമ്മൾ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് സംരക്ഷണമാണ് നമ്മൾ ചെയ്യേണ്ടത്, ആരുടെ കൈകളിലാണ് എത്തേണ്ടത്, നേരിട്ട് കാണുന്ന ഒരാളെ നേരിട്ട് പഠിപ്പിക്കുമ്പോൾ അതിൽ എന്താണ് ധാർമ്മികത എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരിയല്ലേ?